തിരുവോണ നാളില് പൂവട ഉണ്ടാക്കി തൃക്കാക്കരപ്പനെ നീതിച്ച ശേഷമാണ് ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. അന്നത്തെ ദിവസം മിക്ക വീടുകളിലെ പ്രാതൽ ഇത് തന്നെയായിരിക്കും. ഇത് ഉണ്ടാക്കുന്ന രീതിയിലും ഓരോ സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവാം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ആദ്യം തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചെറുപഴ അരിഞ്ഞതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ മാവ് ഉണ്ടാക്കാനായിട്ട് നൈസ് അരിപ്പൊടി വേണം. ഞാനിവിടെ മദേഴ്സിന്റെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും നെയ്യും ഇളം ചൂടുവെള്ളവും കൂടി ചേർത്ത് കുറച്ച് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, ദാ ഇതുപോലെ. ഇനി ഇത് വാഴയിലയിൽ നൈസായിട്ട് പരത്തിയെടുക്കണം. ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഫില്ലിങ്ങും കൂടി ചേർത്തിട്ട് വാഴയില മടക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ പൂവട റെഡിയാണ്. കാണുമ്പോൾ നമ്മുടെ ഇലയുടെ പോലെയൊക്കെ ആണെങ്കിലും ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാറ്?